Okay dears, how to balance a chemical equation. നമുക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് 2-3 ഇക്വേഷൻസ് നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അയൺ കൊടുത്തിട്ടുണ്ട്, അതേപോലെ H2O കൊടുത്തിട്ടുണ്ട്, ഗിവ്സ് Fe3O4 + H2. ഇതാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആരൊക്കെ എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ എഴുതേണ്ടത്. അതായത് റിയാക്റ്റൻ്റ് സൈഡ് ആരൊക്കെ, പ്രൊഡക്റ്റ് സൈഡ് ആരൊക്കെ, എത്ര എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡ് Fe എന്ന് പറയുന്നത് അയൺ 1 ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ഒന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് സൈഡിൽ 2ഉം അതേപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് സൈഡിൽ 1ഉം ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് സൈഡ് നോക്കാം. പ്രൊഡക്റ്റ് സൈഡിൽ Fe എന്ന് പറയുന്നത് 3 ആണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നതോ റിയാക്റ്റൻ്റ് സൈഡിൽ 2 ആണ്, പ്രൊഡക്റ്റ് സൈഡിലും 2 ആണ്. ഇനി ഓക്സിജൻ എന്ന് പറയുന്നതോ റിയാക്റ്റൻ്റ് സൈഡിൽ 2 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ 4 ആണ് അല്ലേ. റിയാക്റ്റൻ്റ് സൈഡിൽ 1 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ 4 ആണ്. We can see that this equation is not balanced. This is a skeletal equation. അപ്പോൾ ഇതിനെ നമുക്ക് ബാലൻസ്ഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഫസ്റ്റ് നോക്കുക Fe റിയാക്റ്റൻ്റ് സൈഡ് 1 ആണ്, അതേപോലെ പ്രൊഡക്റ്റ് സൈഡിൽ 3 ആണ്. അപ്പോൾ 3നെ നമുക്കറിയാം 1നെ 3 ആക്കണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3നെ 1 ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1നെ 3 ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 3 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം ആറ്റത്തിൻ്റെ സൈഡ് ഒരിക്കലും ചേഞ്ച് വരുത്താൻ പാടില്ല. നമുക്ക് എപ്പോഴും ചേഞ്ച് വരുത്താൻ പറ്റുന്നത് മോളിക്യൂൾസിൻ്റെ സൈഡാണ്. അപ്പോൾ ഞാൻ Feയെ 3 ആക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. 1 × 3 ഞാനിവിടെ 3 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ റിയാക്റ്റൻ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും Fe എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ആയിട്ടുണ്ട്. ഇനി റിയാക്റ്റൻ്റ് സൈഡ് ഹൈഡ്രജനും ഈക്വലാണ്, പ്രൊഡക്റ്റ് സൈഡും ഹൈഡ്രജൻ ഈക്വലാണ്. സോ ഞാൻ അത് അവിടെ വിടുകയാണ്. ഇനി നമുക്ക് റിയാക്റ്റൻ്റ് സൈഡിലുള്ള ഓക്സിജനെ നോക്കാം. 1ഉം 4ഉം ആണ് അല്ലേ. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിലുള്ള 1 എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് സൈഡിലുള്ള ഓക്സിജൻ 1 ആണ്. അപ്പോൾ അതിനെ 4 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ്, റിയാക്റ്റൻ്റ് സൈഡിൽ 1നെ 4 ആക്കണമെങ്കിൽ നമുക്കറിയാം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാനിതിനെ റിയാക്റ്റൻ്റ് സൈഡിലുള്ള ഇവിടെ ഞാനൊരു 4 ഇട്ട് കൊടുക്കുകയാണ്. ഈ 4 എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ബാധകമാണ്. കാരണം ഇതൊരു മോളിക്യൂൾസ് ആയിട്ട്, ഇതൊരു കോമ്പൗണ്ട് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അതാണ് അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് 1 ആണ്. 1 × 4 ഓക്സിജനെ എനിക്ക് 4 ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റിയാക്റ്റൻ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും ഉള്ള ഓക്സിജൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ. ഇനി നമുക്ക് എന്താണ് ഈക്വൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജനെ നോക്കാം. ഹൈഡ്രജൻ അപ്പോൾ എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത്? റിയാക്റ്റൻ്റ് സൈഡിൽ നേരത്തെ ഹൈഡ്രജൻ 2 ആയിരുന്നു, പക്ഷേ പ്രൊഡക്റ്റ് സൈഡിൽ ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിൽ 4 ആയിട്ടുണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 2 ഇപ്പോൾ ഉള്ളൂ അല്ലേ. കാരണം 8 ആയിട്ടുണ്ട്. 2 × 4 8 ആയിട്ടുണ്ട്. റിയാക്റ്റൻ്റ് സൈഡിൽ 8 ആയിട്ടുണ്ട്, പക്ഷേ പ്രൊഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? ഇപ്പോൾ 2 ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 2നെ 8 ആക്കണമെങ്കിൽ എനിക്കിവിടെ 4 ഇട്ട് കൊടുത്താൽ പോരെ? മതി. അപ്പോൾ ഇപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഈ 2 സൈഡുമുള്ള ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ. 3Fe + 4H2O gives Fe3O4 + 4H2. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ കൂടി ഞാൻ ചെയ്തു തരാം. N2 + H2 gives 2NH3. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. N2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ് അല്ലേ, 2 ആണ്. ഹൈഡ്രജനും 2 ആണ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ N എന്ന് പറയുന്നത് 2 × 1 2 ആണ്. അതേപോലെ തന്നെ 3 × 2 6 ആണ് ഹൈഡ്രജൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഇതും സ്കെൽറ്റൽ ഇക്വേഷൻ ആണ്, ബാലൻസ്ഡ് അല്ല. നമുക്കറിയാം ഇവിടെ എവിടെയാണ് ബാലൻസ്ഡ് അല്ലാത്തത്? ഇവിടെ ഹൈഡ്രജൻ ആണ് ബാലൻസ്ഡ് അല്ലാത്തത് അല്ലേ. അപ്പോൾ എവിടെയാണോ കുറവുള്ളത്? നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിൽ 6ഉം റിയാക്റ്റൻ്റ് സൈഡിൽ 2 ആണ്. സോ റിയാക്റ്റൻ്റ് സൈഡാണ് കുറവുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, റിയാക്റ്റൻ്റ് സൈഡിൽ 6 ആക്കണമെങ്കിൽ 2 × 3 കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് അവിടെ 6 കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ 3 എന്ന് കൊടുക്കുകയാണ്. അതായത് Hൻ്റെ മുന്നിലാണ് ഞാൻ 3 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ 2 × 3 ഇവിടെയും എന്തായിട്ടുണ്ട്? 6 ആയിട്ടുണ്ട്.
സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് N2 plus 3H2 gives 2NH3 ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക, മോളിക്യൂൾസിൻ്റെ സൈഡിൽ മാത്രമേ നമുക്ക് ചേഞ്ച് വരുത്താൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷനെ കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇക്വേഷൻസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇത് റെഡിയാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, നമുക്ക് ചില ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും കാണിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഗ്യാസിനെ നമ്മൾ ഗ്യാസ് എന്ന് G എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, ലിക്വിഡ് വരുന്നിടത്ത് L എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, അതേപോലെ അക്വസ് സൊല്യൂഷനെ AQA എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, സോളിഡിന് S എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ സംടൈംസ് ദ റിയാക്ഷൻ കണ്ടീഷൻസ് എന്ത് ചെയ്യാറുണ്ട്, അതായത് ടെമ്പറേച്ചർ, പ്രഷറും കാറ്റലിസ്റ്റും ഒക്കെ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് എ മാഗ്നീഷ്യം റിബൺ ബി ക്ലീൻഡ് ബിഫോർ ബേണിംഗ് എയർ? എന്തുകൊണ്ടാണ് ബേണിംഗ് നടക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? മാഗ്നീഷ്യം റിബൺ ഷുഡ് ബി ക്ലീൻഡ് ബിഫോർ ബേണിംഗ് എയർ ടു റിമൂവ് ഓക്സൈഡ് ലെയർ ദാറ്റ് ഫോംസ് ഇൻ ഇറ്റ്സ് സർഫേസ്. അതിൻ്റെ സർഫേസിലുള്ള ഓക്സൈഡ് ലെയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഓക്സൈഡ് ലെയർ can inhibit the burning process. So, for a more vigorous, quick and complete reaction, it should be cleaned before burning. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ക്വിക്കായിട്ടുള്ള വിഗറസ് ആയിട്ടുള്ള കംപ്ലീറ്റ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റബ്ബ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് ഇതേപോലെ നമുക്ക് ഇക്വേഷൻ തരും. വേർഡ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ Mg+O2 gives MgO തന്നിട്ടുണ്ട്. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? അല്ല അല്ലേ? ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. Mg ഇവിടെ 1 ആണ്, ഓക്സിജൻ ഇവിടെ 2 ആണ്, Mg ഓയിലും Mg 1 ആണ്, ഓക്സിജൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് കുറവുള്ളത്? പ്രൊഡക്റ്റ് സൈഡിലാണ് കുറവുള്ളത്. സോ ഞാൻ പ്രൊഡക്റ്റ് സൈഡിൽ ഒരു 2 ഇട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ 1ഉം 2ഉം 3ഉം സ്റ്റെപ്പ് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക. ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാലൻസ് കിട്ടണമെന്നൊന്നുമില്ല. ട്രൈ ചെയ്യാം. ഇപ്പോൾ 2 കൊടുത്ത സമയത്ത് നമുക്കറിയാം Mg എന്ന് പറയുന്നതും 2 ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഓക്സിജനും 2 ആയിട്ടുണ്ട് അല്ലേ? ഇത് 2 പേർക്കും ബാധകമാണ്. MgO ഒന്നിച്ചാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ Mg എന്ത് ചെയ്യണം, എനിക്ക് 2 ആക്കണം. സോ ഞാൻ Mgയുടെ തൊട്ട് മുന്നിൽ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ 2Mg+O2 gives 2MgO. ഇപ്പോൾ ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി എന്ത് സബ്സ്റ്റൻസ് ആണ് കിട്ടിയിട്ടുള്ളത്? MgO ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഹൗ മെനി മാഗ്നീഷ്യം ആറ്റംസ് റിയാക്ട് വിത്ത് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മാഗ്നീഷ്യം ആറ്റമാണ് ഓക്സിജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത്? എത്ര മാഗ്നീഷ്യം ആറ്റാണ്? അവിടെ കൊടുക്കാം നമുക്ക്. Mg എന്ന് പറയുന്നത് 2Mg ആണ്. 2Mg എന്ന് പറയുന്നത് 2 മോളിക്യൂളാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 2 മോളിക്യൂൾ എന്ന് കൊടുക്കാം. പിന്നെ വൈ ഇറ്റ് ഈസ് നെസസറി ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? എന്തുകൊണ്ടാണ്? ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? മാസ് ക്യാൻ ഐദർ ബി ഡെസ്ട്രോയിഡ് ഓർ ക്യാൻ ഓർ ബി ക്രിയേറ്റഡ്. അതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇക്വേഷൻസൊക്കെ പഠിച്ചു വെക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.